അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 8 ബുധനാഴ്ച. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിലെ ഫാം ഹൗസിന് മുന്നിൽ വെച്ചാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഒളിവിൽ പോകാതിരിക്കാനായി പുലർച്ചെ 4 മണി മുതൽ പോലീസ് സംഘം ഇവിടെ കാത്തുനിൽക്കുകയായിരുന്നു. ഫാം ഹൗസിന്റെ പുറത്തേക്ക് പോകാൻ ബോബി ചെമ്മണ്ണൂർ കാറുമെടുത്തു വരുമ്പോൾ പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക, അത്തരം പരാമർശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയെടുത്തതിൽ സന്തോഷമുണ്ടെന്നും ആശ്വാസമെന്നും നടി ഹണി റോസ്. നീതിക്കായാണ് തന്റെ പോരാട്ടമെന്നും അത് ഫലം കാണുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും കേസിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും DGPയും ഉറപ്പു നൽകിയിരുന്നുവെന്നും ഹണി റോസ് വ്യക്തമാക്കി. തന്റെ പ്രതികരണം കുറച്ചുകൂടി നേരത്തെയാകണമായിരുന്നു എന്നും തോന്നിയതായും ഹണി റോസ് പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി. അശ്ലീല കമന്റിട്ട 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ഹണി റോസിന് പിന്തുണയുമായി സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്ക നടി തുടങ്ങിവച്ചിരിക്കുന്ന ധീരമായ പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുന്നതായും സൈബർ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള കൂട്ടായ പ്രതിരോധത്തിന്റെ നാന്ദിയാണ് ഇത് കാണുന്നതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഫെഫ്ക വ്യക്തമാക്കി. ISRO നടത്തുന്ന സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം നാളെ. ഇസ്രോ 2024 ഡിസംബർ 30 വിക്ഷേപിച്ച സ്പെയ്ഡെക്സ് ദൗത്യത്തിലെ ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുകയാണ് ISROയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് സ്പെയ്ഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം ആരംഭിക്കും. ഇസ്രോയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ നാളെ രാവിലെ 8 മണി മുതൽ ബഹിരാകാശ ഡോക്കിംഗ് തത്സമയം കാണാം. ചന്ദ്രയാൻ 4 ഭാവിയിലെ പ്രധാന ദൗത്യമെന്ന് ISROയുടെ നിയുക്ത ചെയർമാൻ ഡോക്ടർ V. നാരായണൻ. ചുമതല ഏൽപ്പിച്ച പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും രാജ്യത്തിനും നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2040 വരെയുള്ള കൃത്യമായ സ്പേസ് വിഷൻ ഇസ്രോയ്ക്കുണ്ട്. ISRO ഒരു വ്യക്തിയുടെ വിജയമല്ല, ഒരു ടീമിന്റെ വിജയമാണ് എന്നും ചെയർമാൻ പദവിയിലെത്തിയ ശേഷം V. നാരായണൻ കൂട്ടിച്ചേർത്തു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഇന്ന് വൈകിട്ട് 4 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും മുഖ്യാതിഥികളാകും. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ വ്യക്തമായ ലീഡോടെ 1ാം സ്ഥാനത്താണ്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്തു. 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികളാണ് അപ്പീൽ നൽകിയത്. KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് സ്റ്റേ ചെയ്തത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷയനുഭവിക്കുന്ന പ്രതികളെ ജയിലിലെത്തി സന്ദർശിച്ച് CPM നേതാക്കളായ PP ദിവ്യയും PK ശ്രീമതിയും ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ഇരുവരും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി പ്രതികളെ സന്ദർശിച്ചത്. ശിക്ഷാവിധി ഹൈക്കോടതി മരവിപ്പിച്ചത് എല്ലാവരും പ്രതീക്ഷിച്ച കാര്യമാണെന്നും പ്രതികളെ കാണാനെത്തിയത് മനുഷ്യത്വപരമായ കാര്യമാണെന്നും ശ്രീമതി പറഞ്ഞു. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത KPCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ അനുനയിപ്പിച്ച് KPCC. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം കുടുംബാംഗങ്ങളെ കണ്ടു. കുടുംബത്തിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രയാസങ്ങളെല്ലാം മാറിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുടുംബാംഗങ്ങളും പ്രതികരിച്ചു.
മകരവിളക്കിനോടനുബന്ധിച്ച് ജനുവരി 15 വരെ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗുകളുടെ എണ്ണം ദിനംപ്രതി 5000-ആയി നിജപ്പെടുത്തി. തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് തീരുമാനം. ദർശനത്തിന് ശേഷം സന്നിധാനത്ത് തങ്ങുന്നതിനും ഭക്തർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് പരിഗണിച്ച് ജനുവരി 13 മുതൽ 15 വരെ എല്ലാത്തരം ടിപ്പർ ലോറികളുടെയും ഗതാഗതം പത്തനംതിട്ട ജില്ലയിൽ നിരോധിച്ചുവെന്ന് കളക്ടർ പ്രേംകൃഷ്ണൻ IAS വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാഷ്ട്രീയ നേതാവിന്റെ മകനായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലെന്നത് ശരിയല്ലെന്ന് PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫ്. പുതുതായി ഏൽപ്പിച്ച ദൗത്യം ആത്മാർത്ഥതയോടെ നിർവഹിക്കുമെന്നും തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകുമോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ UDF-ലെ കക്ഷികൾ പ്രവർത്തനം ശക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PV അൻവറിന്റെ UDF പ്രവേശനത്തിനെതിരെ നിലമ്പൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പിണറായി വിജയനോട് തെറ്റിയപ്പോൾ മാത്രമാണ് അൻവറിന് ജനങ്ങളോട് സ്നേഹം വന്നതെന്ന് കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി മാനു മൂർക്കൻ പറഞ്ഞു. നേരത്തെ നഗരത്തിലും മുനിസിപ്പാലിറ്റിയിലും ആനയിറങ്ങി നാശനഷ്ടങ്ങളുണ്ടായപ്പോൾ അൻവർ ആഫ്രിക്കയിലായിരുന്നുവെന്നും അന്ന് പ്രതിഷേധിച്ചവർക്ക് നേരെ കേസെടുത്തവരാണ് LDF-ഉം അൻവറെന്നും അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാട് കാപട്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയിയെയും CPM നേതൃത്വം ക്രൂരമായി വഞ്ചിക്കുകയാണുണ്ടായതെന്ന് ചെറിയാൻ ഫിലിപ്പ്. സംഘടനാ രംഗത്തെ തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സുരേഷ് കുറുപ്പ് CPM കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സ്വയം ഒഴിവായതെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് കുറിപ്പിൽ കുറ്റപ്പെടുത്തി. സമരപോരാളി എന്ന നിലയിൽ ഏറ്റവും അധികം ജയിൽവാസം അനുഭവിച്ച വനിതയാണ് സിന്ധു ജോയി എന്നും എന്നാൽ കോളേജ് അധ്യാപികയായിരുന്ന TN സീമയ്ക്ക് ത്രിപിൾ പ്രൊമോഷൻ ഒറ്റയടിക്ക് നൽകിയപ്പോൾ സിന്ധുവിനെ DYFI ഭാരവാഹിത്വം പോലും നൽകിയില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കൾ കീഴടങ്ങുമെന്ന് റിപ്പോർട്ട്. വയനാട് സ്വദേശിയായ മാവോയിസ്റ്റ് ജിഷ അടക്കം 8 പേരാണ് ഇന്ന് കർണാടക ചിക്മംഗളൂരുവിൽ കീഴടങ്ങുമെന്നാണ് വിവരം. ഇതേ തുടർന്ന് എന്തുകൊണ്ട് സായുധ പോരാട്ടം ഉപേക്ഷിച്ചുവെന്ന് പ്രസ്താവന നൽകും. കൊച്ചിയിലെ നൃത്തപരിപാടിയിൽ പങ്കെടുക്കാനെത്തി ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനിലയിൽ പുരോഗതി. MLA സ്റ്റാഫ് അംഗങ്ങളോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചതായി ഫേസ്ബുക്കിലൂടെ അഡ്മിൻ അറിയിച്ചു. എല്ലാം കോർഡിനേറ്റ് ചെയ്യണമെന്ന് MLA അറിയിച്ചതായി ഫേസ്ബുക്ക് പേജ് അഡ്മിൻ അറിയിച്ചു. സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കലാണെന്ന് ഹൈക്കോടതി. അനാവശ്യമായി ഇത്തരം വർണ്ണനകൾ നടത്തുന്നതും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക ചുവയോടെയല്ലെന്ന് കരുതാനാവില്ലെന്നും ജസ്റ്റിസ് A. ബദറുദ്ദീൻ വ്യക്തമാക്കി. സഹപ്രവർത്തകയുടെ പരാതിയിൽ തനിക്കെതിരെ ആലുവ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KSEB മുൻ ഉദ്യോഗസ്ഥൻ നൽകിയ ഹർജി തള്ളിയ ഉത്തരവിലാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. യൂട്യൂബ് വഴി മോശമായ രീതിയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് കാണിച്ച് നടി മാല പാർവതി സൈബർ പോലീസിൽ പരാതി നൽകി. ഇതേ തുടർന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തു. തൃശൂർ പാണഞ്ചേരി പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി മാടക്കത്തറ നിവാസികൾ. മാലിന്യ കൂമ്പാരവുമായി പ്ലാന്റിലേക്ക് പോകുന്ന ലോറികളിൽ നിന്നുള്ള അസഹനീയ ദുർഗന്ധവും മാലിന്യ അവശിഷ്ടങ്ങളും കാരണം 1 വർഷത്തിലേറെയായി ദുരിതത്തിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മുംബൈയിൽ ഒരു കുട്ടിക്ക് കൂടി HMP വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 6 മാസം പ്രായമുള്ള പെൺകുട്ടിയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിലുണ്ടായിരുന്ന കുട്ടി ആശുപത്രി വിട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം HMP വൈറസ് ബാധിച്ച് കർണാടകയിലെ യലഹങ്കയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞ് രോഗമുക്തനായി ആശുപത്രി വിട്ടു. തങ്ങളുടെ മഹാന്മാരായ നേതാക്കളെ മറക്കുന്നത് കോൺഗ്രസിന്റെ DNA-യിൽ ഉള്ളതാണെന്നും കോൺഗ്രസ് ഒരു കുടുംബത്തിനു വേണ്ടി മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും BJP ദേശീയ വക്താവ് ഷഹ്സാദ് പൂനെവാല പറഞ്ഞു. അംബേദ്കറും സർദാർ വല്ലഭായ് പട്ടേലും കോൺഗ്രസിന്റെ ഈ മനോഭാവത്തിന് ഉദാഹരണമാണെന്നും പൂനെവാല വിമർശിച്ചു. കഴിഞ്ഞ ദിവസം പ്രണബ് മുഖർജിക്ക് രാജ്ഘട്ടിന് സമീപം രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സ്മാരകത്തിനായി കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിച്ചതിനെ തുടർന്നായിരുന്നു ഷഹ്സാദിന്റെ പ്രതികരണം. വാഹനാപകടത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി സർക്കാർ ആരംഭിച്ചതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. അപകടത്തിൽപ്പെട്ടവർ മരിച്ചാൽ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അപകടത്തിന് ശേഷം പോലീസിനെ വിവരമറിയിച്ച് 24 മണിക്കൂറിനുള്ളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗിയുടെ 7 ദിവസത്തെ ചികിത്സയ്ക്കുള്ള ചെലവായി പരമാവധി 1.5 ലക്ഷം രൂപ സർക്കാർ അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP വിജയിച്ചാൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് AAP മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ്. വോട്ടുകൾ അട്ടിമറിക്കാൻ BJP ശ്രമിക്കുകയാണെന്നും എന്നാൽ BJPയെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമാണെന്നും സഞ്ജയ് സിംഗ് വ്യക്തമാക്കി. അസമിലെ കൽക്കരി ഖനിക്കുള്ളിൽ വെള്ളം കയറി തൊഴിലാളികൾ കുടുങ്ങിയ സംഭവത്തിൽ ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുത്തു. അസമിലെ ദിമ ഹസാവോ ജില്ലയിലെ മൊറാങ്സോയിലെ കൽക്കരി ഖനിയിലാണ് തൊഴിലാളികൾ അകപ്പെട്ടത്. ഖനിയിൽ 9 പേരാണ് കുടുങ്ങിയത് എന്നാണ് നിഗമനം. കുടുങ്ങിക്കിടക്കുന്ന മറ്റ് തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകളുമായാണ് സൽമാൻ ഖാന്റെ വീടിന് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. NCP നേതാവ് സിദ്ദിഖിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള സാഹചര്യത്തിൽ നടന്റെ സുരക്ഷ നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ ബീജിംഗ് സന്ദർശിക്കും. 4 ദിവസത്തെ സന്ദർശനമാണ് പ്രസിഡന്റ് നടത്തുകയെന്ന് ലങ്കൻ സർക്കാർ വക്താവ് അറിയിച്ചു. സമുദ്ര ഗവേഷണ കപ്പലുകൾക്ക് അനുമതി നൽകാൻ ചൈന ശ്രീലങ്കയോട് ആവശ്യപ്പെടുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സന്ദർശനം. ലങ്കൻ മേഖല ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്ന് മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ദിസനായകെ ഉറപ്പു നൽകിയിരുന്നു. കാത്തോലിക്ക സഭയുടെ മതപരമായ ഉത്തരവുകളുടെ ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലക്കാരിയായി ഇറ്റാലിയൻ കന്യാസ്ത്രീയായ സിസ്റ്റർ സിമോണ ബ്രാംബെലിയെ നിയമിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരവിറക്കി. വത്തിക്കാനിലെ ഒരു പ്രധാന കാര്യാലയത്തിന്റെ തലപ്പത്തേക്ക് ആദ്യമായാണ് വനിത തെരഞ്ഞെടുക്കപ്പെടുന്നത്. വത്തിക്കാൻ ഓഫീസുകളിൽ സ്ത്രീകളെ 2ാം സ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കത്തോലിക്ക സഭയുടെ കേന്ദ്രഭരണ സ്ഥാപനമായ ഹോളി സീ കുര്യയുടെ പ്രീഫെക്റ്റായി ഒരു സ്ത്രീയെ നിയമിക്കുന്നത് ഇതാദ്യമാണ്. ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ റോട്ട്നെസ്റ്റ് ദ്വീപിലുണ്ടായ അപകടത്തിൽ ജലവിമാനം തകർന്ന് 3 പേർക്ക് ദാരുണാന്ത്യം. 7 പേരായിരുന്നു ജലവിമാനത്തിലുണ്ടായിരുന്നത്. താഴ്ന്നു പറക്കുന്നതിനിടെ ചുണ്ണാമ്പുകല്ലിൽ ഇടിച്ച ജലവിമാനം കടലിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ പ്രധാന വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. വിമത സായുധ സംഘം അധികാരം പിടിച്ചെടുത്തതോടെ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ദമാസ്കസിൽ നിന്ന് പലായനം ചെയ്തതിനു ശേഷം ഇതാദ്യമായാണ് ചൊവ്വാഴ്ച വീണ്ടും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ആരംഭിച്ചത്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര തോൽവി വിലയിരുത്താൻ BCCI. ഇന്ത്യൻ താരങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമാകും കോച്ച് ഗൗതം ഗംഭീർ, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ എന്നിവരെ ഉൾപ്പെടുത്തി വിശകലന യോഗം ചേരുക എന്നാണ് റിപ്പോർട്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.